morning to all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് സബ്ജക്ട് കോഡ് 3031. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെമസ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ടറി സെഷനാണ്. നമ്മുടെ മൊഡ്യൂൾ വൈസിലേക്ക് ഇറങ്ങുന്നില്ല. മൊഡ്യൂൾ വൈസ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പം ആ മൊഡ്യൂൾ 1 പഠിക്കേണ്ട ഇൻട്രൊഡക്ടറി ആയിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ബേസിക് കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മളതിൻ്റെ സിലബസ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ദെൻ ബേസിക്കലി മെറ്റീരിയൽസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ സെമി കണ്ടക്ടറിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. ദെൻ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുക, ഡയോഡ് ബയാക്സിങ്, ദെൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പഴയകാല സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 10th ലെവലിൽ ഫിസിക്സിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ അറിഞ്ഞിരിക്കുന്നത്. അത് മറന്നുപോയവർക്ക് അതൊന്ന് റീകോൾ ചെയ്ത് തീർക്കാനുള്ള ഒരു സെഷനായിട്ട് തന്നെ കരുതിയാൽ മതി. മൊഡ്യൂൾ വൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും കാണിച്ചിരിക്കുന്നത് ഒന്ന് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് ആണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടേഴ്സ് ഉണ്ട്. അതിനുശേഷം ഈ മൊഡ്യൂളിനെ മൊത്തമായിട്ട് 3ആയി ക്ലാസിഫൈ ചെയ്യും. ഒന്ന് റെക്ടിഫയേഴ്സ്, രണ്ടാമത്തെ റെഗുലേറ്റേഴ്സ്, മൂന്നാമത് വേവ് ഷേപ്പിംഗ്. അതിന് ഡിഫറെൻറ്റ് ടേംസ് ആണ് ബാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്ടിഫയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. അതുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിരിക്കുന്ന വേവ് ഫോംസ്, ഡിഫറെൻറ്റ് ടേംസ് ആയ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, റിപ്പിൾ ഫാക്ടർ, റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി, ഇതൊക്കെ ആ റെക്ടിഫയറുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. അതിനുശേഷം നമ്മൾ റെഗുലേറ്റേഴ്സ് അല്ലേ, റെഗുലേറ്റേഴ്സ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ ഡയോഡ് റെഗുലേറ്റർ, പിന്നെ റെഗുലേറ്റേഴ്സ് യൂസിങ് രണ്ട് ഐസികളാണ്, 7805, 7905. ഈ ഐസികൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേംസുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ഈ ഡയോഡിൻ്റെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ, അത് ഓൾറെഡി കുറേ കാലമായി പഠിച്ചുള്ളത് കൊണ്ട് ചിലർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദ കണ്ടക്ടിവിറ്റി, അപ്പോൾ കണ്ടക്ടിവിറ്റി അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ മെറ്റീരിയൽസ് ഇൻ ടു 3. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്ക് ഈ 3 രീതിയിൽ നമുക്ക് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കണ്ടക്ടിവിറ്റി അടിസ്ഥാനത്തിൽ. സോ അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? സോ കണ്ടക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്കറിയാം, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ അലൗ ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് കറണ്ടിനെ പാസ് ചെയ്യാൻ അലൗ ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്ന പേരാണ് എന്ത്? കണ്ടക്ടേഴ്സ്. ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി ആണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സിമിലർലി ഹൗ കാൻ യു ഡിഫൈൻ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ കണ്ടക്ടേഴ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? വിച്ച് ഓൾവേസ് പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യും ആ മെറ്റീരിയൽസ്. അതാണ് ഇൻസുലേറ്റേഴ്സ്. ദെൻ how can you define semiconductor? Semiconductors are materials whose conductivity lies between that of conductors and insulators. Semiconductor എന്ന് പറയുന്നതിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇൻ ബിറ്റ്വീൻ റേഞ്ചിലാണ് വരും. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ബേസിക് ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കെമിസ്ട്രിയിലേക്ക് പോകാം. ഈ പറഞ്ഞ കണ്ടക്ടറിൻ്റെ കെമിസ്ട്രി എങ്ങനെയാണ്? അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? You all know that the atomic number of sodium is 11. അപ്പോൾ എന്താണ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ 11 സോഡിയത്തിൻ്റെയാണ്. Na എന്ന് പറയുന്ന സോഡിയം എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. സോ അതിനർത്ഥം അത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ബോത്ത് ആർ ഈക്വൽ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് കോൾഡ് ആറ്റോമിക് നമ്പർ. നമ്മൾ പണ്ട് കാലത്ത് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഡിഫറെൻറ്റ് ഓർബിറ്റ്സിലായിട്ട് നമുക്ക് K, L, M, N ഇങ്ങനെ കുറേ ഓർബിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാം. നമുക്കൊരു വസ്തുവിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ഓർബിറ്റ്സിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ Kയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക മാക്സിമം 2 ആണ്. Lൽ എത്രയാണ്? മാക്സിമം 8, Mൽ 18, 32. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്യാം?
അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോഡിയം എലമെൻ്റ് എടുത്തു 11 ആണ്. 11 ആണെങ്കിൽ നമുക്ക് കെയിൽ 2 പോകും, റൈറ്റ്. എല്ലിൽ 8 പോകും. അപ്പോൾ 8 + 2 10 ആയിട്ടുള്ളത് റിമൈനിങ് 1 അതിനെ പിടിച്ച് എമ്മിലിടും. അതാണ് ഈ പറഞ്ഞ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം 1 2 then 8 1 2 3 4 5 6 7 8 ബാക്കി റിമൈനിങ് 1 ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ കിടക്കും. സോ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കിടക്കുന്ന ആ ഒരു ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ടേംസ് ആണെന്നൊക്കെ. വാലൻസ് ഇലക്ട്രോൺസ്. സോ വാലൻസ് ഇലക്ട്രോൺസ് മീൻസ് ദ ഇലക്ട്രോൺസ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. സിമിലർലി നിങ്ങൾ മഗ്നീഷ്യം എടുക്കുക, അതിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. ഇതേ രീതിയിൽ 2 8 2 ആയിരിക്കും വരിക. സോ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ് ഇൻ ദ കേസ് ഓഫ് മഗ്നീഷ്യം. സിമിലർലി അലുമിനിയം ആറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് എന്ത് വരും? 3 വരും. നമ്മൾ ഈ ഒരു രീതി നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയാൻ സാധിക്കും. എല്ലാ കണ്ടക്ടേഴ്സിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിരിക്കും. അതൊരിക്കലും 4-നേക്കാളും കൂടുകയോ അല്ലെങ്കിൽ ഈക്വൽ ടു 4 ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കണ്ടക്ടേഴ്സിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് കണ്ടക്ടേഴ്സ് ആർ ഓൾവേസ് ലെസ് ദാൻ 4. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് കണ്ടക്ടേഴ്സിൻ്റെ ഒരു കെമിസ്ട്രി. സിമിലർലി വി ക്യാൻ അനലൈസ് ഇൻസുലേറ്റേഴ്സ് ഓൾസോ. എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൈട്രജൻ, റൈറ്റ്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിൽ 2 വരും അല്ലേ, ബാക്കി റിമൈനിങ് 5 ആണ്. ആ 5 ആയിരിക്കും ഔട്ടർ മോസ്റ്റിൽ വരിക, കാരണം മാക്സിമം അപ് ടു 8 വരെ പോവാം. സോ റിമൈനിങ് 5 ഉള്ളത് കൊണ്ട് 5 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ. സിമിലർലി സൾഫർ 60 ആണ്. എത്ര വരും? 6 വരും. നിങ്ങൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് നോക്കുക. 1 2 3 4 5 6. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 6 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരും. സിമിലർലി വാട്ട് അബൌട്ട് നിയോൺ? നിയോണും 10 ആണ് വരുന്നത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ. 2 3 4 5 6 7 8. എന്താണ് അതിൻ്റെ അർത്ഥം? ഔട്ടർ മോസ്റ്റിൽ 8 വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെനോറിയോ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വാലൻസ് ഇലക്ട്രോൺസ് എപ്പോഴും എന്താണ് ഗ്രേറ്റർ ദാൻ 4 ആണ് വരുന്നത്. സോ എല്ലാ ഇൻസുലേറ്ററിൻ്റെയും വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. സിമിലർലി ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. കാർബൺ വരുന്നുണ്ട്, സിലിക്കൺ വരുന്നുണ്ട്, ജെർമേനിയം വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആറ്റോമിക് നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 3 എക്സാമ്പിൾസിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4, എക്സാക്ട്ലി 4 ആയിരിക്കും. എക്സാക്ട് 4 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കണ്ടക്ടേഴ്സിൽ എപ്പോഴും ലെസ് ദാൻ 4ഉം ഇൻസുലേറ്റേഴ്സിൽ ഗ്രേറ്റർ ദാൻ 4ഉം. ഫോർ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സിൽ എപ്പോഴും ഓൾവേസ് ഈക്വൽ ടു നമ്പർ 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡെഫിനേഷൻ കൂടി ഈ പറഞ്ഞിരിക്കുന്ന കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിനും ഉണ്ട്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സെമി കണ്ടക്ടേഴ്സ്. നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ അതിന് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ആണ് എന്ത്? ജെർമേനിയം ആൻഡ് സിലിക്ക. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് മുമ്പായിട്ട് ബേസിക് സ്ട്രക്ചർ ഓഫ് ജെർമേനിയം ആൻഡ് സിലിക്കൺ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ മാത്രമല്ല ഇലക്ട്രോണിക്സും ഉണ്ട്. ആ ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജെർമേനിയത്തിൻ്റെയും സിലിക്കൻ്റെയും ബേസിക് സ്ട്രക്ചർ എല്ലാവരും അറിഞ്ഞിരിക്കണം. നേരത്തെ നമ്മൾ കണ്ടു എന്ത്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 4 ആയിരിക്കും. സോ ഓരോ ജെർമേനിയം ആറ്റവും തൊട്ടടുത്തുള്ള ജെർമേനിയം ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. എനിവേ ഈ ടേംസ് നമ്മൾ കുറേ ബോണ്ടൊക്കെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ എല്ലാ ജെർമേനിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എല്ലാ ജെർമേനിയം തൊട്ടടുത്തുള്ള നൈബറിങ് ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ഏർപ്പെടുന്നത് മൂലം ഇവിടെ ഒന്നും യാതൊരുവിധ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കേസ് ഓഫ് ജെർമേനിയം ആറ്റം. ഒരു ജെർമേനിയം ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവില്ല. റീസൺ എന്താണ്? എല്ലാ ഇലക്ട്രോൺസും തൊട്ടടുത്തുള്ള നൈബറിങ് ആറ്റംസ് ആയിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സോ ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ്. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ എനർജി കൊടുത്തത് മൂലം ചില ബോണ്ടിൽ നിന്ന് ചില ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്. പക്ഷേ ഐഡിയൽ കണ്ടീഷനിൽ എപ്പോഴും എന്താണ്? ഒരു
ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സാധനം ഈ പറഞ്ഞിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സിലില്ല. ഓക്കെ, സെയിം തന്നെയാണ് സിലിക്കണും വരുന്നത്. സിലിക്കണും തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുന്നുണ്ട്. ഐഡിയൽ കണ്ടീഷനിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു എനർജി, ഹീറ്റ് എനർജി മാത്രമല്ല ലൈറ്റ് എനർജി, ഏതെങ്കിലും തരത്തിലുള്ള എനർജി കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഐഡിയൽ കണ്ടീഷനിലില്ല. സോ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, സെമി കണ്ടക്ടേഴ്സ് ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം ആർ വാട്ട്? അത് കണ്ടക്ടേഴ്സ് അല്ല, അതൊരിക്കലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. ആസ് ദെയർ ആർ നോ ഇലക്ട്രോൺസ്. ഒരു ഫ്രീ ഇലക്ട്രോൺസ് പോലും ഇല്ലാത്തത് കൊണ്ട് അതൊരിക്കലും എനർജി, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമ്മൾ 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. വാട്ട് യു മീൻ ബൈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? സീ ദ ഡെഫിനിഷൻ. എ സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങൾ, ജെർമേനിയത്തിൻ്റെയും സിലിക്കൻ്റെയും അവസ്ഥ നേരത്തെ കണ്ടു. പ്യൂറസ്റ്റ് ഫോം ആണെങ്കിൽ ഐഡിയൽ കണ്ടീഷനിൽ ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടക്ട് ചെയ്യുക ഒരിക്കലുമില്ല. ആസ് ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു സാധനം അതില്ലാത്തത് കൊണ്ട് അതൊരിക്കലും കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. പക്ഷെ അങ്ങനെ ഒരു സെമി കണ്ടക്ടർ നമുക്ക് ലഭിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടക്ഷനുള്ള സെമി കണ്ടക്ടർ ലഭിച്ചിട്ട് എന്തെങ്കിലും ഫിസിക്കലി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വി ആർ ആഡിങ് some impurities into the structure. സോ ഇൻട്രിൻസിക് സ്ട്രക്ചറിലേക്ക്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ഫോർ വാട്ട് പർപ്പസ്? ടു ഇംപ്രൂവ് ദ കണ്ടക്ടിവിറ്റി. അങ്ങനെ നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടിയ സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണെന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ് ഇല്ല. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ദ സ്ട്രക്ചർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. സോ ഈ സ്ലൈഡിൽ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിച്ചു. വാട്ട് യു മീൻ ബൈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡോപ്പിംഗ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ 2 എക്സാമ്പിൾസ് ആണ്. സോ എങ്ങനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുക, എങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുക, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നതിനായിട്ട് നമ്മൾ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. പെൻറ്റാവാലന്റ്. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പെൻറ്റാവാലന്റ് മീൻസ് വാട്ട്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൽ 5 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 5 ഇലക്ട്രോൺസ് അറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസ് വരുന്ന എക്സാമ്പിൾ ആണെന്ത്? ആർസനിക്, ഫോസ്ഫറസ്, 5th ഗ്രൂപ്പ് എലിമെന്റ് ആണ്. സോ അങ്ങനെ വരുന്ന എലമെന്റ്സ് നമ്മൾ ആ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡോപ്പ് ചെയ്യാണ്. ആ ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ സ്കോപ്പിൽ വരുന്നതല്ല. സോ ആസ് ആർസനിക്, ഫോസ്ഫറസ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ അതിലേക്ക് ഇടും. ഓൾറെഡി ഇവിടെ ജെർമേനിയം ആറ്റമായിരുന്നു ഉണ്ടായിരുന്നത്, റൈറ്റ്? ഓൾറെഡി നമുക്ക് സിലിക്കൺ വെച്ചൊരു ജെർമേനിയം വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് ഞാൻ ജെർമേനിയം എടുത്തു. സിലിക്കൺ ആയാലും കുഴപ്പമില്ല. എനിവേ ആ സെൻറ്ററിലുള്ള ജെർമേനിയം ആറ്റത്തെ ഞാൻ ആർസനിക് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഓൾറെഡി അവിടെ ജെർമേനിയം ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് ഞാൻ ആർസനിക് വെച്ച് റീപ്ലേസ് ചെയ്തു. പക്ഷേ ആർസനിക്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ജെർമേനിയം ആണെങ്കിൽ 4 ഉണ്ടായിരുന്നുള്ളൂ. എനിവേ ചുറ്റുമുള്ളത് എന്താണ്? ചുറ്റുപാട് സറൗണ്ടിങ്ങിലുള്ളത് മൊത്തം ജെർമേനിയം ആറ്റാണ്. അപ്പോൾ ആർസനിക്കിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള 4 എണ്ണം ചുറ്റുമുള്ള 4 എണ്ണവുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടു. ഏതുപോലെ തൊട്ട് മുമ്പ് ജെർമേനിയം എങ്ങനെയാണ് ബോണ്ടിൽ ഏർപ്പെട്ടത്, അതേ അവസ്ഥയിൽ തന്നെ ആർസനിക്കും കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടും. പക്ഷെ നമുക്കറിയാം ആർസനിക്കിൽ റിമൈനിങ് 1 വെറുതെ കിടക്കുകയാണ്, റൈറ്റ്? ആർസനിക്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് 5 ആണ്. അതിൽ 4 എണ്ണം ചുറ്റുമുള്ള ജെർമേനിയം ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടും. റിമൈനിങ് 1 അത് ഒരു കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടാൻ സാധിക്കാതെ ആ സ്ട്രക്ചറിൽ അങ്ങനെ കിടക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ നമ്മൾ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് മൂലം ഒരു ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടാതെ ഫ്രീ ഇലക്ട്രോൺസ് അവിടെ സ്ട്രക്ചറിലേക്ക് കിടക്കുകയാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണെന്ത്? ചാർജ് കാരിയേഴ്സ്. അതായത് കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് ആണെന്ത്? ഈ ഫ്രീ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു എലമെന്റ്സിന് പറയുന്ന പേരാണ് എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, സിമിലർലി നമുക്ക് പി ടൈപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ
പി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈവാലന്റ്. സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കും? ട്രൈ എന്ന വാക്കിനർത്ഥം എന്താണ്? ട്രൈ എന്ന വാക്കിനർത്ഥം 3 ആണ്, നമ്പർ 3. സോ നമ്പർ 3 ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്, ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ആയി വരുന്ന എലമെന്റ്സ്. എക്സാമ്പിൾസ് ഗാലിയം, ബോറോൺ, അലുമിനിയം. ഈ പറഞ്ഞ എലമെന്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജെർമേനിയം സ്ട്രക്ചറിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഔട്ടർമോസ്റ്റ് 3 ഉള്ളൂ. അപ്പം നമ്മൾ ജെർമേനിയത്തെ ഗാലിയം വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അത് ചുറ്റുമുള്ള ജെർമേനിയം ആറ്റവുമായിട്ട് നമ്മൾ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടു. 1 ഇവിടെ ഏർപ്പെട്ടു, 2 ഇവിടെ ഏർപ്പെട്ടു, 3 ഇവിടെ ഏർപ്പെട്ടു. പക്ഷെ 4ാമത് ഏർപ്പെടണമെങ്കിൽ ഗാലിയം ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റിൽ 3 എണ്ണേ ഉള്ളൂ. ഇവിടെ സ്പേസ് ഇല്ല ഏർപ്പെടാൻ. തൊട്ടടുത്തിട്ടുള്ള ജെർമേനിയം ആറ്റം കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടാൻ ഇവിടെ ഇലക്ട്രോൺ ഇല്ല. സോ അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതിന് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇലക്ട്രോൺസിന് അട്രാക്റ്റീവ് ടെൻഡൻസി ഉണ്ട് ഇവിടെ, കാരണം അവിടെ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, സോ ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഹോൾസ്. അപ്പം അതിന് ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഹോൾ ഫോം ചെയ്യാണ്. as there are 3 electrons at the outermost orbit. ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 3 ഉള്ളത് കൊണ്ട് ഒന്നിന് കോവാലന്റ് ബോണ്ട് ഏർപ്പെടാൻ സാധിക്കില്ല. thereby we will get a hole whose charge is positive. അപ്പോൾ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് വിളിക്കാൻ സാധിക്കും? പി ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എൻ ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെ ഫോം ചെയ്യാം, പി ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെ ഫോം ചെയ്യാം. ഒന്നുകൂടി പറയാം, സമ്മറി ആയിട്ട് പറയാം. പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയലും, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ പി ടൈപ്പ് മെറ്റീരിയലും നമുക്ക് ലഭിക്കും. അപ്പോൾ എൻ ടൈപ്പ് മെറ്റീരിയലിലെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും, പി ടൈപ്പ് മെറ്റീരിയൽസിലെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആയിരിക്കും. ഹോൾസ് ആക്ച്വലി മൂവ് ചെയ്യില്ല, പക്ഷേ ഹോൾസിന് എന്തുണ്ടും, ഒരു ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ ആ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഫില്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഹോൾസിനെ ഒരു ചാർജ് കാരിയറായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ പറയാനുള്ളത്. സോ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് സെഷൻ, പി എൻ ജംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ എത്ര ആർസനിക് ഉണ്ടോ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉണ്ടാവുക. റൈറ്റ്, അവിടെ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും എണ്ണം തന്നെ ആർസനിക് ആറ്റംസും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർസനിക് എന്തായിരിക്കും, അതൊരു പോസിറ്റീവ് ആയിരിക്കും. സോ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ഇമ്മൊബൈൽ ആറ്റംസ് അതിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചാർജ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിമിലർലി ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇതൊക്കെ ഹോൾസ് ആണ്. എത്ര ഹോൾസ് ഉണ്ടോ അതിനോടൊപ്പം തന്നെ ഗാലിയം ആറ്റവും ഉണ്ട്. എത്ര ഹോൾ ഉണ്ടോ അത്രയും ഗാലിയം ആറ്റവും അതിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഗാലിയം ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര മൊബൈൽ ഹോൾസ് ഉണ്ടോ അത്രയും ഇമ്മൊബൈൽ നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടാവും. അതുപോലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും എണ്ണം തന്നെ ഇമ്മൊബൈൽ, അതും ചാർജ് ക്യാരി ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിനോടൊപ്പം ഉണ്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ അവസ്ഥ. നൗ വി മൂവ് ഓൺ ടു പി എൻ ജംഗ്ഷൻ. ഇനി നമ്മൾ പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പി ടൈപ്പ് ആണ്, ഇത് എൻ ടൈപ്പ് ആണ്. ബ്രൗൺ കളറിൽ കാണുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കൂടെ എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസ് അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. എന്നാലേ ചാർജ് ന്യൂട്രാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ആറ്റംസ് അതിനോടൊപ്പം ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ്. അപ്പോൾ എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. മെജോറിറ്റി നമ്മൾ പൊതുവെ പറയാം മെജോറിറ്റി ചാർജ് കാരിയേറ്റേഴ്സ് ആണ്. മെജോറിറ്റി ചാർജ് കാരിയർ. അതുപോലെ പി ടൈപ്പിലേക്ക് വരാം. ഈ വൈറ്റ് കളറുള്ള ഡോട്ട്സിനെ പറയുന്ന പേരാണ് ഹോൾസ്. ആ ഹോൾസിൻ്റെ കൂടെ എന്തുണ്ടാവും, അതിന് പോസിറ്റീവ് ചാർജ് ആണ്, അതിൻ്റെ കൂടെ എപ്പോഴും നെഗറ്റീവ് ചാർജുള്ള ആറ്റംസും കൂടെ അതിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹോൾസിനെ പറയുന്ന പേരാണ് പി ടൈപ്പ് മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും, അത് ഹോൾസ് ആയിരിക്കും. പി ടൈപ്പ് മെറ്റീരിയലിൽ മെജോറിറ്റി കാരിയേഴ്സ് എപ്പോഴും ഹോൾസ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടാതെ പി ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവും. മൈനോറിറ്റി കാരിയേഴ്സ് എപ്പോഴും ഇലക്ട്രോൺസ് ആയിരിക്കും. അത് വളരെ മൈന്യൂട്ട് എമൗണ്ടിലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലിലും മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ഉണ്ടാവും. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾ ആണെങ്കിൽ അവിടെ മൈനോറിറ്റി ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ മെജോറിറ്റി ഹോൾ ആണെങ്കിൽ
എൻ ടൈപ്പിൽ മെജോറിറ്റി ഇലക്ട്രോൺസ് ആണെങ്കിൽ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വളരെ തുച്ഛമായ എമൗണ്ടിൽ എന്തുണ്ടാവും, ഹോൾസും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തിട്ടില്ല, പിയും എന്നും നമ്മൾ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്യുന്ന മൊമെന്റിൽ ഇവിടെ ഫ്രീ കാരിയേഴ്സ് ഉണ്ട്, മൂവ് ചെയ്യാൻ കഴിവുള്ളത് ഹോൾസിലും ഇലക്ട്രോൺസിലും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മൊബൈൽ ആറ്റംസിന് ഒരിക്കലും മൂവ് ചെയ്യാൻ സാധിക്കില്ല, അവിടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ നമുക്കറിയാം ഹോൾസ് എന്താ പറയുക, മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഹോൾസ് നേരെ ഇങ്ങോട്ട് വരും, ഈ ഇലക്ട്രോൺസ് നേരെ ഈ ജംഗ്ഷനിലേക്ക് വരും. കാരണം ഒന്ന് നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺസിന്, ഹോൾസിന് പോസിറ്റീവ് ചാർജാണ്. സോ പോസിറ്റീവ് ചാർജുള്ള ഹോൾസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും പരസ്പരം അട്രാക്ട് ചെയ്യും, ഓർ യു ക്യാൻ കോൾ ദാറ്റ് റീകോമ്പൈൻ എന്നാണ് ഞാൻ പറയുക, റീകോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ടുഗദർ ആൻഡ് വി വിൽ ഗെറ്റ് നെറ്റ് ചാർജ് ആസ് 0. ഒരു പോസിറ്റീവ് ചാർജിലും ഉള്ള ഹോളും ഒരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസും പരസ്പരം മീറ്റ് ചെയ്ത് റീകമ്പൈൻ ചെയ്തിട്ട് നെറ്റ് ചാർജ് 0 ആവും. എല്ലായിടത്തും സംഭവിക്കും, ആ ജംഗ്ഷനിൽ അടുത്തുള്ള ഹോൾസും എല്ലാം മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടേക്ക് വരാം. അപ്പോൾ ഒരു റീജിയൻ വന്നു, റൈറ്റ്, ഈ ഡോട്ടഡ് കാണുന്ന ഒരു റീജിയൻ ആണ്. അവിടെയുള്ള എല്ലാ ഹോൾസും അതുപോലെ തന്നെ ഈ പോസിറ്റീവുള്ള ഈ റീജിയനിൽ അവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസും റീകമ്പൈൻ ടുഗദർ. അവിടെയുള്ള ഹോൾസും ഇലക്ട്രോൺസും എല്ലാം പരസ്പരം മീറ്റ് ചെയ്ത് ചാർജ് ന്യൂട്രാലിറ്റി, അവിടെ ചാർജ് 0 ആയി മാറി. അവിടെ ബാക്കി റിമൈനിങ് അവിടെ എന്തേ ഉള്ളൂ, ഇമ്മൊബൈൽ കാരിയേഴ്സ്, അതായത് മൂവ് ചെയ്യാൻ സാധിക്കാത്ത നേരത്തെ പറഞ്ഞ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ആറ്റംസ്, അതായത് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. അതായത് പി ടൈപ്പിലാണെങ്കിൽ ഹോൾസ് എല്ലാം പോയി, ബാക്കി റിമൈനിങ് എന്തേ ഉള്ളൂ, നെഗറ്റീവ് ഇമ്മൊബൈൽ ആറ്റംസ്. സിമിലർലി എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇലക്ട്രോൺസ് എല്ലാം റീകമ്പൈൻ ചെയ്ത് പോയി, ബാക്കി റിമൈനിങ് അവിടെ എന്തോ ഉണ്ടാവുള്ളൂ, ഇമ്മൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാരിയർ ഫോം ചെയ്തു. ഇവിടെ ഒരു പോസിറ്റീവ് ബാരിയർ ഫോം ചെയ്യും എൻ ടൈപ്പിൽ. ഈ പോസിറ്റീവ് ബാരിയർ ഇനിയുള്ള ഹോൾസിൻ്റെ റീകോമ്പിനേഷനെ ബ്ലോക്ക് ചെയ്യും. കാരണം ഹോൾസിൻ്റെ പോസിറ്റീവ് ചാർജാണ്, എൻ ടൈപ്പ് മെറ്റീരിയൽ ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു ബാരിയറും ഫോം ചെയ്തു. സോ ഈ പോസിറ്റീവ് ബാരിയർ ഫർദർ ഹോളിൻ്റെ മൂവ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യും. സിമിലർലി ഇവിടെ നെഗറ്റീവ് ബാരിയർ വരില്ലേ, അതായത് പി ടൈപ്പിൽ ഒരു നെഗറ്റീവ് ബാരിയർ വന്നു. ആ നെഗറ്റീവ് ബാരിയർ എൻ ടൈപ്പിൽ നിന്നുള്ള ഫർദർ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ, ഈ ഒരു ഫ്ലോനെ ഈ നെഗറ്റീവ് ബാരിയർ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഈ പോസിറ്റീവ് ബാരിയർ ആ ഹോൾസിൻ്റെയും ബ്ലോക്ക് ചെയ്യും, ഇവിടെ നിന്നുള്ള ഹോൾസിനെയും ബ്ലോക്ക് ചെയ്യും. അതായത് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു, ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു പ്ലസുമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ആയി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, ബാരിയർ പൊട്ടൻഷ്യൽ B0 എന്ന് വിളിക്കും അതിന്. മാത്രമല്ല ഈ റീജിയനകത്ത്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനകത്ത് ഒരു ചാർജ് കാരിയേഴ്സും അവിടെ ഉണ്ടാവില്ല, അതായത് ഫ്രീ ഇലക്ട്രോൺസോ ഫ്രീ ഹോൾസോ ഒന്നും ഈ ഒരു റീജിയനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ റീജിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ടുഗദർ ആൻഡ് നെറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു 0. ഒരു പെർട്ടിക്കുലർ റീജിയൻ അവിടെ ഫോം ചെയ്യും. ആ റീജിയനകത്ത് ഒരു ചാർജ്, ഫ്രീ ചാർജ് കാരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ രണ്ട് ബാരിയർ ഉണ്ടാവും, പോസിറ്റീവ് ബാരിയറും നെഗറ്റീവ് ബാരിയറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാരിയർ ഫർദർ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾസിൻ്റെ റീകമ്പൈനെ പ്രിവെൻറ്റ് ചെയ്യും. സോ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആ റീജിയനകത്ത് ഒരു ചാർജ് കാരിയേഴ്സും ഇല്ലാത്തത് കൊണ്ട് ആ ചാർജ് കാരിയേഴ്സ്, ആ റീജിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പി എൻ ജംഗ്ഷനിൽ ഓർത്തിരിക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. B0 ബാരിയർ പൊട്ടൻഷ്യലാണ്. ഇവിടെ ഒന്നും ഈ പറഞ്ഞ റീജിയനിലൊന്നും ഒരു ചാർജ് കാരിയേഴ്സും ഉണ്ടാവില്ല. ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇത് ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ബയാസിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഈ പി എൻ ജംഗ്ഷനിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാസിംഗ് പറയുന്നതിന് മുമ്പായിട്ട് ഡയോഡ് പറയണം. സോ ആ ഒരു പി എൻ ജംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്, ഡയോഡ്. ഡയോഡിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെയാണ് ഒരു ഡയോഡിൻ്റെ സിമ്പിൾ വരാം. ഇതിനെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ്. പി ടൈപ്പും എൻ ടൈപ്പുമാണ്. ആ പി ടൈപ്പിലുള്ള നമ്മൾ എന്ത് പറയും, ആനോഡ് എന്ന് പറയും. ഈ നെഗറ്റീവ് ഉള്ളത് നമ്മൾ എന്ത് പറയും, കാഥോഡ്. സോ ആനോഡും കാഥോഡുമാണ് ഡയോഡിൻ്റെ രണ്ട് ടെർമിനൽസ്. ഓക്കെ, ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ വോൾട്ടേജ് ടെർമിനൽ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. സോ ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുക്കുകയാണെങ്കിൽ അതിന്
ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും. ഫിഗർ കാണിച്ചതുപോലെ ഇതാണ് ഫോർവേഡ് ബയാസിംഗ്. സിമിലർലി there is one more biasing that is called reverse biasing. അതായത് ഈ ബാറ്ററിക്ക് പകരം ആനോഡിൽ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുകയാണെങ്കിൽ, കൊടുത്തിട്ടില്ല, ഇങ്ങനെ രീതിയിലാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നതെങ്കിൽ അതിനെ റിവേഴ്സ് ബയാസിംഗ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ പി ടൈപ്പിൻ്റെ അടുത്തൊരു പോസിറ്റീവ് വരും, എൻ ടൈപ്പിൻ്റെ അടുത്തൊരു നെഗറ്റീവ് വരും. ഈ പോസിറ്റീവ് പി ടൈപ്പിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസിനെ റിപ്ലൈ ചെയ്യും. ഹോൾസ് എല്ലാം ഇങ്ങോട്ട് വരും. സിമിലർലി ഈ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ റിപ്ലൈ ചെയ്യും. സോ എല്ലാ ഇലക്ട്രോൺസും ആ ബൗണ്ടറിയിലേക്ക് വരും. അവിടെ അത് രണ്ടും കൂടി റീകമ്പൈൻ ചെയ്യും. സോ ഈ പോസിറ്റീവ് ബാറ്ററി ആയതുകൊണ്ട് ആ പോസിറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് സ്റ്റാർട്ട്സ് മൂവ് ഫ്രം ദിസ് എൻ ടൈപ്പ് ടു പി ടൈപ്പ് മെറ്റീരിയൽ. ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് എതിർവശത്തേക്ക് മൂവ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺസ് നെഗറ്റീവ് റീജിയനിൽ നിന്ന് പോസിറ്റീവ് റീജിയനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുക. സോ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കൺവെൻഷനിൽ എടുക്കുക, ഡയറക്ഷൻ എടുക്കുക. സോ ആക്ച്വൽ കറണ്ട് ഇങ്ങനെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കൺവെൻഷനലി കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്. സോ നിങ്ങളൊരു പോസിറ്റീവ് വോൾട്ടേജ് പി ടൈപ്പിനെടുത്തും നെഗറ്റീവ് ടെർമിനൽ എൻ ടൈപ്പിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ ഡയോഡ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്. അതിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ്. Okay, and if you are applying negative voltage, negative terminal at p-type material and positive terminal at n-type material, n-type material എടുത്ത് പോസിറ്റീവും തിരിച്ച്, അതായത് നേരത്തെ ഫോർവേഡ് ബയാസിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നെഗറ്റീവാണ് വരിക, ഇവിടെ പോസിറ്റീവാണ് വരിക. ഈ നെഗറ്റീവ് ഹോൾസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. റൈറ്റ്, ഹോൾസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സിമിലർലി ഈ പോസിറ്റീവ് ടെർമിനൽ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഇൻഎഫക്റ്റീവ്ലി നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിലെ വിഡ്ത്ത് വളരെ കൂടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കറണ്ട്, അതായത് കണ്ടക്ട് ചെയ്യത്തേ ഇല്ല എന്നർത്ഥം. ഓക്കെ, ഒരിക്കലും ഈ ഒരു റീജിയനിൽ കണ്ടക്ഷൻ ഉണ്ടാകത്തില്ല. റീസൺ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ നെഗറ്റീവ് ഹോൾസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. സോ റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ഷൻ, നോ കണ്ടക്ഷൻ ആണെന്ത്, അതായത് നമ്മുടെ ഡയോഡ് ഓഫ് ആയി എന്നർത്ഥം. ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ബയാസിങ്, ഫോർവേഡ് ബയാസിലാണ് ഡയോഡ് നമുക്ക് ഓൺ ആയി എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിനി